മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയെന്ന് മണിപ്പൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചെങ്കിലും നിയമസഭ പിരിച്ചുവിട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് BJP. അതിനിടെ മണിപ്പൂരിൽ CRPF ക്യാമ്പിൽ വെടിവയ്പുണ്ടായി. 2 സഹപ്രവർത്തകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ജവാൻ ആത്മഹത്യ ചെയ്തു. വിനീത VG വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ശരിക്കും ഈ വലിയ മാനസികമായ പ്രശ്നങ്ങളുള്ള ആളാണോ ഇത് ചെയ്തത്? എന്താണ് വിവരങ്ങൾ? പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇംഫാലിലെ CRPF ക്യാമ്പിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ജവാൻ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഗുരുതരമായ പരിക്കല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 2 പേരെ അദ്ദേഹം കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കാര്യം എന്താണെന്ന് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അന്വേഷിച്ചു വരുന്നുവെന്നാണ് മണിപ്പൂർ പോലീസ് വ്യക്തമാക്കുന്നത്. ആ ക്യാമ്പിലെ മറ്റ് സഹപ്രവർത്തകരിൽ നിന്നൊക്കെ തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ സഹപ്രവർത്തകരിൽ നിന്നൊക്കെ തന്നെ ഈ ഏതെങ്കിലും മാനസിക പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നം അദ്ദേഹം നേരിട്ടിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ CRPFന്റെ തന്നെ ഉദ്യോഗസ്ഥർ എത്തി ഇന്നലെ വിശദീകരണം തേടിയിരുന്നുവെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം രാഷ്ട്രപതി ഭവൻ ഇറക്കിയത്. പക്ഷേ ഈ നിയമസഭ മരവിപ്പിച്ചിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമെന്നുമാണ് BJP അധ്യക്ഷ ശാരദാദേവി വിശദീകരിക്കുന്നത്. അവർ പറയുന്നത് ഇതിന്റെ മറ്റ് തുടർ നടപടികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിനും മറ്റുമുള്ള ചർച്ചകൾ ഞങ്ങൾ സജീവമായി തന്നെ നടത്തുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്നലത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനം ചേരുന്നതിനുള്ള സമയപരിധി കൂടി ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ എത്തുന്നത്. സംബിത് പാത്രയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ, തിരക്കിട്ട ചർച്ചകൾ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒന്നും തന്നെ സമവായമായിരുന്നില്ല. പിന്നാലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഇംഫാലിൽ മുഖ്യമന്ത്രിയായിരുന്ന ബിരേൻ സിംഗിന്റെ വസതിക്ക് സമീപം ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത്.